സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയർ മാനേജ്മെന്റിലെ 7th ചാപ്റ്റർ പ്രൈസിംഗ് ഡിസിഷന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. പ്രൈസിംഗ് ഡിസിഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. പ്രൈസിംഗ് ഡിസിഷൻ എന്നാൽ വിലയിടൽ അല്ലെങ്കിൽ വില നിശ്ചയിക്കൽ തീരുമാനങ്ങൾ എന്നാണ്. വിലയിടൽ അല്ലെങ്കിൽ വില നിശ്ചയിക്കൽ തീരുമാനങ്ങൾ എന്നാണ് പ്രൈസിംഗ് ഡിസിഷൻസ് എന്ന ആ ചാപ്റ്ററിന്റെ പേരിന്റെ അർത്ഥം. നമുക്കറിയാം, ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക എന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ്. ഒരു പ്രോഡക്റ്റിന്റെ വില നിശ്ചയിക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് കമ്പനി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടും. എന്തുകൊണ്ടെന്നാൽ pricing decision affects the brand image of the company. That is, a pricing decision either makes or break a brand. ഇനി നമുക്ക് നോക്കേണ്ടത്, ആരാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക എന്നുള്ളത്. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക? നമ്മൾ മാനേജ്മെന്റിന്റെ 3rd ചാപ്റ്ററിൽ ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇതിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുക. നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കുറെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് പ്രൈസ് ആണ്. എന്താണ് വില എന്നുള്ളത്. പിന്നെ അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് പ്രൈസ് വേഴ്സസ് വാല്യൂ, അതായത് വിലയും മൂല്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് പ്രൈസിങ്, എന്താണ് വിലയിടൽ. വിലയിടൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്, അതായത് പ്രൈസിങ് എന്താണ്, പ്രൈസ് എന്താണെന്ന് നമ്മൾ പഠിക്കും, പ്രൈസും വാല്യൂ എന്താണെന്ന് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് പ്രൈസിങ് എന്താണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് ആണ്, അതായത് വിലയിടലിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് ആണ്, വിലയിടലിന്റെ പ്രാധാന്യം എന്താണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻസ്, വിലയിടൽ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. ലാസ്റ്റ് വണ്ണായിട്ട് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് പ്രൈസിംഗ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. പല തരത്തിലുള്ള വിലയിടൽ നയങ്ങളും തന്ത്രങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് കിട്ടേണ്ടത്. ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മീനിങ് ഓഫ് പ്രൈസ്, പ്രൈസ് വേഴ്സസ് വാല്യൂ, വാട്ട് ഈസ് പ്രൈസിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് എന്നിവ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, നമുക്ക് പോവാം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈസ്. പ്രൈസ് അല്ലെങ്കിൽ വില എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ടേം തന്നെയാണ് പ്രൈസ് എന്താണ്, വില എന്താണ് എന്നൊക്കെ. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റും നമ്മൾ വാങ്ങാൻ പോകുമ്പോഴും ഏതൊരു കൺസ്യൂമറും പ്രൈസ് എന്താണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ എന്താണ് പ്രൈസ് എന്നുള്ളത് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ഒരു വാക്കും കൂടിയാണ് വില. എന്തിനും നമ്മൾ വില എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്താണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മൾ അന്വേഷിക്കാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും നടത്തുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈസ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൈസ് ഈസ് ദി amount paid for obtaining goods and services. It is the exchange value of a product in terms of money. It is the exchange value of a product in terms of money. വേർഡിന്റെ മീനിങ് നോക്ക്, എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ വിനിമയ മൂല്യം എന്നാണ്.
അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഈസ് ദി എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് മണി. സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് നൽകുന്ന സംഖ്യയാണ് വില എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ ഗുണമൂല്യത്തെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുന്നതാണ് വില. അതായത് പണത്തിന്റെ ഭാഷയിലുള്ള ഉൽപ്പന്നത്തിന്റെ വിനിമയ മൂല്യമാണ് വില. പണത്തിന്റെ ഭാഷയിലുള്ള ഉൽപ്പന്നത്തിന്റെ വിനിമയ മൂല്യമാണ് വില. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് മണി. മനസ്സിലായല്ലോ പ്രൈസ് എന്താണെന്ന്? നമുക്ക് പെട്ടെന്ന് എന്താണ് പ്രൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രൈസ് ഈസ് ദി എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് മണി. സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് നൽകുന്ന സംഖ്യയാണ് വില. ഉൽപ്പന്നത്തിന്റെ ഗുണമൂല്യത്തെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുന്നതാണ് വില. അതായത് പണത്തിന്റെ ഭാഷയിലുള്ള ഉൽപ്പന്നത്തിന്റെ വിനിമയ മൂല്യം ആണ് വില എന്ന് പറയുന്നത്. പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ മൂല്യവും ഉപയുക്തതയും, വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി, ഇവ രണ്ടും അടിസ്ഥാനമാക്കിയാണ് ഒരു പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നത്. പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ മൂല്യവും വാല്യൂവും യൂട്ടിലിറ്റി ഉപയുക്തതയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ പ്രൈസിന് വളരെയേറെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഈ പ്രൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂമറിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രൈസ് ഈസ് ദ യുണീക് എലിമെന്റ് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്. ആസ് പ്രൈസ് പ്രൊഡ്യൂസസ് റവന്യൂ, all other produce cost. That is, marketing mix contains 4 elements. നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് അവിടെ ഒരു ടേം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്ന 4 Pകൾ ചേർന്നതാണ്. ദാറ്റ് ഈസ് 4 എലിമെന്റ്സ്. ഒരു പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇത് 4 കൂടി ചേരുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതിൽ പ്രൈസ് ഈസ് ദ യുണീക്ക് എലിമെന്റ് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്. ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റു 3 നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം മറ്റ് 3 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് പ്രോഡക്റ്റ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ, ഇത് 3ഉം എന്താണ്, പ്രൊഡ്യൂസ് കോസ്റ്റ്. അവിടെ കൊണ്ടുവരുന്നത് കോസ്റ്റ് ആണ്. പ്രൈസ് ഈസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് പ്രൊഡ്യൂസ് റവന്യൂ. പ്രൈസ് മാത്രമാണ് അവിടെ റവന്യൂ അല്ലെങ്കിൽ വരുമാനം ആ സ്ഥാപനത്തിന് കൊണ്ടുവരുന്നത്. പ്രോഡക്റ്റിനും പ്ലേസിനും പ്രൊമോഷനും ഒക്കെ കൂടുതലും കോസ്റ്റ് ആണ് ആകുന്നത്. റവന്യൂ, റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യമാണ് പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കാൻ. ദാറ്റ് ഈസ്, ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ വിപണന മിശ്രിതം എന്ന് പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. പ്രധാന ഘടകം വിലയാണ്. കാരണം വില മാത്രമാണ് വരുമാനം നൽകുന്നത്. മറ്റ് ഘടകങ്ങളായ പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ ഇവ ചെലവുകളാണ്. ഇത്രയും കാര്യമാണ് പ്രൈസ് എന്നതിന്റെ മീനിങ്ങിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. പ്രൈസ് എന്നുള്ളതിന്റെ മീനിങ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം എന്താണ് പറഞ്ഞ, പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രൈസും വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പ്രൈസ് വേഴ്സസ് വാല്യൂ. നമ്മൾ കേട്ടിട്ടുണ്ട്, വാല്യൂ മൂല്യം എന്നാണ് നമ്മൾ അതിന്റെ മലയാളം വാക്ക്. ഇപ്പോൾ പ്രൈസും നമ്മൾ എന്താ പറയുന്നത്, അതിന് ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു തുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രൈസ് പറയുന്നത്. വാല്യൂം പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പഠിച്ചു, പ്രൈസിന്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയും വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാല്യൂ ഈസ് ദ ഇൻട്രിൻസിക് വർത്ത് ഓഫ് എ തിങ്. ദാറ്റ് ഈസ്, മൂല്യം എന്നാൽ നൈസർഗികമായ അല്ലെങ്കിൽ ആന്തരികമായ വിലമതിപ്പുള്ളത് എന്നാണ്. വാല്യൂ മേ ബി വാല്യൂ ഇൻ യൂസ് ആസ് വെൽ ആസ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. വാല്യൂ ഏത് തരത്തിലൊക്കെ ഉണ്ട്? വാല്യൂ ഇൻ യൂസും ഉണ്ട്, വാല്യൂ ഇൻ എക്സ്ചേഞ്ചും ഉണ്ട്.
വാല്യൂ ഇൻ യൂസ് ഡിനോട്ട്സ് യൂട്ടിലിറ്റി. വാല്യൂ ഇൻ യൂസിനെ നമ്മൾ പറയുന്നു യൂട്ടിലിറ്റി. വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഈസ് പ്രൈസ്. വാല്യൂ ഇൻ എക്സ്ചേഞ്ചിനെ നമ്മൾ പ്രൈസ് എന്ന് പറയുന്നു. അതായത് മൂല്യം അല്ലെങ്കിൽ വാല്യൂ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, വാല്യൂ ഇൻ യൂസ് അല്ലെങ്കിൽ ഉപയോഗത്തിലെ മൂല്യം. രണ്ട്, വാല്യൂ ഇൻ എക്സ്ചേഞ്ച് അഥവാ വിനിമയത്തിലെ മൂല്യം. വാല്യൂ ഇൻ യൂസ് അല്ലെങ്കിൽ ഉപയോഗത്തിലെ മൂല്യമാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത. യൂട്ടിലിറ്റിയുടെ മലയാളം വാക്കാണ് ഉപയുക്തത. വാല്യൂ ഇൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വിനിമയത്തിലെ മൂല്യമാണ് പ്രൈസ് അല്ലെങ്കിൽ വില എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ഈസ് ദ ഇൻട്രിൻസിക് വർത്ത് ഓഫ് എ തിങ്. മൂല്യം എന്നാൽ നൈസർഗികമായ അല്ലെങ്കിൽ ആന്തരികമായ വിലമതിപ്പുള്ളത് എന്നാണ്. വാല്യൂ മേ ബി വാല്യൂ ഇൻ യൂസ് ആസ് വെൽ ആസ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. വാല്യൂ രണ്ട് തരത്തിലുണ്ട്, വാല്യൂ ഇൻ യൂസ് അല്ലെങ്കിൽ വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. വാല്യൂ ഇൻ യൂസ് അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വാല്യൂ ഇൻ എക്സ്ചേഞ്ചിനെ നമ്മൾ പ്രൈസ് എന്ന് പറയും. ഒന്നും കൂടി പറയുന്നു, മൂല്യം രണ്ട് തരത്തിലുണ്ട്, വാല്യൂ രണ്ട് തരത്തിലുണ്ട്. വാല്യൂ ഇൻ യൂസ് അതിന്റെ മലയാളം ഉപയോഗത്തിലെ മൂല്യം എന്നാണ്. രണ്ടാമത്തത് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്, അതിനെ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് വിനിമയത്തിലെ മൂല്യം എന്നാണ്. വാല്യൂ ഇൻ യൂസ് അല്ലെങ്കിൽ ഉപയോഗത്തിലെ മൂല്യമാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത. യൂട്ടിലിറ്റിയുടെ മലയാളം ടേമാണ് ഉപയുക്തത. വാല്യൂ ഇൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വിനിമയത്തിലെ മൂല്യമാണ് പ്രൈസ് അല്ലെങ്കിൽ വില എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് വേഴ്സസ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ട ടേം എന്താണ് വിലയിടൽ അല്ലെങ്കിൽ പ്രൈസിംഗ്. Pricing is the function of determining the product value in terms of money before it is offered to consumers for sale. എന്നോട് പറയുന്നു, pricing is the function of determining the product value in terms of money before it is offered to consumers for sale. ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന് വിൽക്കുന്നതിന് മുമ്പ്, അതായത് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നതിന് മുമ്പ് ഉൽപ്പന്ന മൂല്യത്തെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പ്രവർത്തനമാണ് വില നിശ്ചയിക്കൽ. ദാറ്റ് ഈസ് പ്രൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ദ റൈറ്റ് പ്രൈസ് ഫോർ ദി പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സിംഗ് ദ റൈറ്റ് പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ശരിയായ പ്രൈസ്, റൈറ്റ് പ്രൈസ് എന്ന് പറയുന്നുണ്ട്. ആ റൈറ്റ് പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. റൈറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുക for the product or service. It is the important function of a marketing manager. മാർക്കറ്റിംഗ് മാനേജറുടെ മുന്നിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഫിക്സിംഗ് ദ റൈറ്റ് പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്നാണ് പറയുന്നത്. റൈറ്റ് പ്രൈസ് എന്ന് പറയുന്ന അതിന് പ്രധാന ഒരു ഘടകമുണ്ട്. കൺസ്യൂമേഴ്സിന്റെ മുന്നിൽ റൈറ്റ് പ്രൈസ് ആണ് കൊണ്ടുവരേണ്ടത്. ഒരു പ്രോഡക്റ്റിന് വാല്യൂവിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ ആയോ? പ്രൈസിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്കറിയാം, പ്രൈസിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മാക്സിമൈസ് ദ കമ്പനീസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് പ്രൈസിംഗ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ ഉദ്ദേശം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല. Profit maximization is not the only objective of pricing. There are other issues like customer acceptability, social responsibility, avoidance of cutthroat competition, etc. These all are influence pricing decision. അതായത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മാത്രമല്ല പ്രൈസിങ്ങിൻ്റെ ഉദ്ദേശം. അതായത് ലാഭം പരമാവധിയാക്കൽ എന്ന ഒറ്റ കാര്യം മാത്രമല്ല വിലയിടൽ വഴി ലക്ഷ്യമിടുന്നത്. അവിടെ എന്തൊക്കെ വേണം? കസ്റ്റമർ അക്സെപ്റ്റബിലിറ്റി വേണം, അതായത് ഉപഭോക്തൃ സ്വീകാര്യത ഉണ്ടായിരിക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട്, അതുപോലെ തന്നെ അവോയ്ഡൻസ് ഓഫ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. മത്സരം, അവിടെ എതിരാളികൾ തമ്മിലുള്ള മത്സരം, അത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് പറയണം. വളരെ വലിയ അളവിലുള്ള കഴുത്തറുപ്പൻ മത്സരം ഒഴിവാക്കൽ മുതലായ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കാൻ. അല്ലാതെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സ്ഥാപനത്തിനെ മാത്രം കൺസിഡർ ചെയ്യുക എന്നുള്ളതല്ല ഒരു ബിസിനസിന്റെ ഉത്തരവാദിത്വം. നമ്മൾ
കൺസ്യൂമേഴ്സിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന ആ പ്രൈസിന് കൺസ്യൂമർ അക്സെപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം. ഇവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. ഇവയൊക്കെ എന്തിനെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്? പ്രൈസിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. അപ്പോൾ പ്രൈസിങ്ങും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഫിക്സിങ് ദ റൈറ്റ് പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ആണ് പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് ആണ്. അത് നമുക്ക് 8 പോയിന്റുകൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്ങിൽ നമുക്കുണ്ട്. ഒന്നാമത്തത് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ് അങ്ങനെ 8 പോയിന്റുകളുണ്ട്. നമുക്ക് 8 പോയിന്റ് ആദ്യം എന്താണെന്ന് നോക്കാം, എന്നിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു വരാം. ഒന്നാമത്തത് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ലക്ഷ്യമിടുന്ന പ്രതിഫല നിരക്ക്. രണ്ടാമത്തത് പറയുന്നത് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ആണ്. പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വില സ്ഥിരവൽക്കരിക്കൽ എന്നാണ്. മൂന്നാമത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതിൻ്റെ മലയാളം ലാഭം പരമാവധി ആക്കൽ എന്നാണ്. നാലാമത്തെ പറയുന്നത് മീറ്റിംഗ് ഓർ പ്രിവെന്റിംഗ് കോമ്പറ്റീഷൻ എന്നാണ്. കിടമത്സരത്തെ നേരിടൽ അല്ലെങ്കിൽ പ്രതിരോധിക്കൽ എന്നാണ് അതിൻ്റെ മലയാളം. അഞ്ചാമത്തെ പറയുന്നത് മാർക്കറ്റ് ഷെയർ എന്നാണ്. മാർക്കറ്റ് വിഹിതം അല്ലെങ്കിൽ മാർക്കറ്റിന്റെ പങ്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ആറാമത്തെ പോയിന്റ് പറയുന്നത് സർവൈവൽ ആണ്. സർവൈവൽ എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം നിലനിൽപ്പ് എന്നാണ്. ഏഴാമത്തെ പോയിന്റ് പറയുന്നത് പബ്ലിക് ഇമേജ് എന്നാണ്. അതിൻ്റെ മലയാളം പൊതുജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ. എട്ടാമത്തത് റിസോഴ്സ് മൊബിലൈസേഷൻ എന്നാണ്. അതിൻ്റെ മലയാളം വിഭവ സമാഹരണം എന്നാണ്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ടാർഗറ്റ് മാർക്കറ്റ് അതായത് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രൈസിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ്. ദിസ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഏൺ എ സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എ സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപത്തിന്മേൽ സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം. എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രമാത്രം നിക്ഷേപം നടത്തിയോ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണം. ഇവിടെ പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന പ്രൈസ് ഈസ് ഫിക്സ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു എൻഷുർ എ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നിക്ഷേപത്തിന് നിശ്ചിത നിരക്കിൽ പ്രതിഫലം കിട്ടത്തക്ക വിധത്തിൽ ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കണം. നിക്ഷേപത്തിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് നിശ്ചിത നിരക്ക് പ്രതിഫലം സമ്പാദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഒരു പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ആ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ആ നിശ്ചിത നിരക്കിലുള്ള പ്രതിഫലം, ആ റേറ്റ് ഓഫ് റിട്ടേൺ, സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടത്തക്ക വിധത്തിലുള്ള വില വേണം ഉൽപ്പന്നത്തിന് നിശ്ചയിക്കേണ്ടത്. രണ്ടാമത്തെ പറയുന്നത് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ആണ്. പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് സ്ഥായിയായി നിൽക്കണം. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു സ്റ്റെബിലൈസ് ദ പ്രൈസസ് ഓഫ് പ്രോഡക്ട്സ് ഓവർ എ ലോങ് പീരീഡ്. സർട്ടൺ പീരീഡ്, ഒരു സർട്ടൺ കാലയളവിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ത് ചെയ്യണം? സ്ഥിരമായി നിൽക്കണം. കാരണം എങ്കിൽ മാത്രമേ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേബിൾ പ്രൈസിംഗ് പോളിസി ഹാസ് എ ഫേം ടു വിൻ കോൺഫിഡൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ഈ സർട്ടൺ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഓവർ എ ലോങ് പീരീഡ് ആ പ്രൈസ് തന്നെ മുന്നോട്ട് പോകണം. അതാണ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. വില സ്ഥിരവൽക്കരിക്കൽ എന്നാണ് മലയാളം. അതായത് ഉൽപ്പന്നത്തിന്റെ വില, പ്രോഡക്റ്റിന്റെ വില ഒരു സർട്ടൺ കാലയളവിലത്തേക്ക് സ്ഥിരമായി നിലനിർത്തണം എന്നാണ് ലക്ഷ്യം. സ്ഥിരമായ വിലയിടൽ നയം, അതായത് കുറെ കാലത്തേക്കെങ്കിലും ആ പ്രോഡക്റ്റിന്റെ പ്രൈസിന് മാറ്റമില്ലാതെ തുടരുന്നത് ഉപഭോക്താക്കളായ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിൽ ഒരു വിശ്വാസം നേടിയെടുക്കാൻ സ്ഥാപനത്തിനെ സഹായിക്കുന്നു. അതാണ് പ്രൈസിങ്ങിന്റെ മറ്റൊരു ഉദ്ദേശം. പ്രൈസ് സ്റ്റെബിലൈസേഷൻ നിലനിർത്തണം. അടുത്ത പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എല്ലാ സ്ഥാപനത്തിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് മേക്ക് മാക്സിമം പ്രോഫിറ്റ്സ്. പ്രൈസസ് ആർ ഫിക്സ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ പ്രൈസസ് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. ലാഭം പരമാവധിയാക്കൽ എന്നാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ മലയാളം. പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നതാണ് ഏത് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും പ്രഥമ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കേണ്ടതുണ്ട്.
നാലാമത്തെ പോയിന്റ് പറയുന്നത് മീറ്റിംഗ് ഓർ പ്രിവെന്റിംഗ് കോമ്പറ്റീഷൻ. പ്രൈസ് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ ടു മീറ്റ് ഓർ പ്രിവെന്റ് കോമ്പറ്റീഷൻ. പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റീവ് ടൂളാണ് ടു മീറ്റ് ഓർ പ്രിവെന്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് ഉള്ള ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം ഒരു ലോ പ്രൈസ് ആണ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരു ലോ പ്രൈസസ് ആണ് നമ്മുടെ കമ്പനി നമ്മുടെ പ്രോഡക്റ്റിന് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും. മറ്റ് അതേ പ്രോഡക്റ്റിന്റെ വിലയേക്കാൾ കുറച്ചുകൂടെ വില കുറഞ്ഞ പ്രോഡക്റ്റ് ആവുമ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും ആൻഡ് ഡിസ്കറേജ് ദ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് നിരുത്സാഹപ്പെടുത്താനും സാധിക്കും. അതാണ് നാലാമത്തെ പോയിന്റ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനെ പ്രിവെന്റ് ചെയ്യുകയും മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലോ പ്രൈസ് നിശ്ചയിക്കുക എന്നുള്ളത് പ്രൈസിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. മീറ്റിംഗ് ഓർ പ്രിവെന്റിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മലയാളം പറയുന്നത് കിടമത്സരത്തെ നേരിടൽ അല്ലെങ്കിൽ പ്രതിരോധിക്കൽ എന്നാണ്. ഞാൻ പറഞ്ഞു, ഈ കോമ്പറ്റീഷനെ ചെറുക്കാനുള്ള അല്ലെങ്കിൽ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപാധിയാണ് വില. ഉൽപ്പന്നത്തിനൊരു കുറഞ്ഞ വില എന്ന നയം ഉപഭോക്താക്കളെ ആകർഷിക്കും. അതുപോലെ മത്സരക്കാരെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യും, നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ ആണ്. അതായത് മാർക്കറ്റിലെ പങ്ക്. എ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിംഗ് പോളിസി ഈസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. ഒരു മാർക്കറ്റ് ഷെയർ ആ സ്ഥാപനത്തിനുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനെ മെച്ചപ്പെടുത്തുകയും വേണം. ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. അത്തരത്തിലുള്ള ഒരു പ്രൈസ് വേണം പ്രോഡക്റ്റിന് നിശ്ചയിക്കാൻ. അപ്പോൾ ലോവറിംഗ് ഓഫ് പ്രൈസസ് ഇൻ കമ്പാരിസൺ ടു കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് മേ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ ലോവറിംഗ് ഓഫ് പ്രൈസ് കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയും നമ്മുടെ മാർക്കറ്റ് ഷെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അല്ലെങ്കിൽ അതുവഴി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. എൻ്റെ മലയാളം മാർക്കറ്റ് വിഹിതമാണ് മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റ് പങ്കെന്ന് പറയും. അവിടെ പറയുന്ന എന്താണ്, മാർക്കറ്റ് ഷെയർ നിലനിർത്തുക മാത്രമല്ല മെച്ചപ്പെടുത്തുകയും വേണം. നമ്മുടെ എതിരാളികളുടെ ഉൽപ്പന്നത്തേക്കാൾ കുറഞ്ഞ വില എന്ന നിലയിൽ ഒരു വിലയുടെ നയം കൊണ്ടുവന്നാൽ മാർക്കറ്റ് വിഹിതം മെച്ചപ്പെടുത്താനും പറ്റും. കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്താനും പറ്റും. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്ന സർവൈവലാണ്, നിലനിൽപ്പ്. സർവൈവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്, ഒരു പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ് ഈസ് സർവൈവൽ ആണ്. സർവൈവൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഷോർട്ട് ടേം പ്രോഫിറ്റ്സ് എന്നാണ് പറയുന്നത്. ചെറിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈസസ് ആർ ഫിക്സ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു എനേബിൾ ദ ഫേം ടു റിമൈൻ ഇൻ ദ ബിസിനസ് ഫോർ എ ലോങ്. പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ, പ്രോഡക്റ്റിനെ ഫിക്സ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് നിലനിൽക്കണം എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്ത് വേണം പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ദാറ്റ് ഇസ് സർവൈവൽ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ്. സർവൈവലിൻ്റെ മലയാളം നിലനിൽപ്പെന്നാണ്. സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പാണ് വിലയിടലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതായത് ഷോർട്ട് ടേം പ്രോഫിറ്റ് നേടുന്നതിനേക്കാൾ ബെറ്ററാണ് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്. കാരണം സ്ഥാപനം നിലനിന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സ്ഥാപനത്തിന് ബിസിനസ് മേഖലയിൽ ദീർഘകാലം തുടരാൻ സാധിക്കുന്ന വിധത്തിൽ വേണം പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കാൻ. സെവൻത് പോയിന്റ് പറയുന്നത് പബ്ലിക് ഇമേജ് ആണ്. അതായത് സെയിൽ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് ആണെങ്കിൽ ഹെൽപ്സ് എ ഫേം ടു ബിൽഡ് ഗുഡ് ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പബ്ലിക്. സെയിൽ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. റീസണബിൾ പ്രൈസിന് ക്വാളിറ്റി പ്രോഡക്ട്സ് വിൽക്കുകയാണെങ്കിൽ ഹെൽപ്സ് എ ഫേം ടു ബിൽഡ് ഗുഡ് ഇമേജ്. ഗുഡ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും ഫേമിന് ഇൻ ദ മൈൻഡ്സ് ഓഫ് പബ്ലിക്, പൊതുജനങ്ങളുടെ ഇടയിൽ. പബ്ലിക് ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് അവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഇമേജ് ഇല്ല എങ്കിൽ ആ ബിസിനസ് ദീർഘകാലം നിലനിൽക്കില്ല. അപ്പോൾ എ ഗുഡ് പബ്ലിക് ഇമേജ് ഈസ് ദ എയിം ഓഫ് എവറി ബിസിനസ് കൺസേൺ. പബ്ലിക് ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ പ്രൈസിന് വിൽക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൈസ് വേണം പ്രോഡക്റ്റിന് നിശ്ചയിക്കാൻ. അതായത് പൊതുജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ എന്നാണ് പബ്ലിക് ഇമേജിൻ്റെ മലയാളം മീനിങ് പറയുന്നത്.
പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എല്ലാ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യമാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ക്വാളിറ്റി പ്രോഡക്ട്സ്, ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, കുറഞ്ഞ വിലയല്ല, താരതമ്യേന കുറഞ്ഞ വിലകൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനോട് പൊതുജനങ്ങൾക്ക് ഒരു മതിപ്പുണ്ടാവുകയും അവർ ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ്സിന് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അത്തരത്തിലുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീസണബിൾ പ്രൈസിന് കൺസ്യൂമേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. ഓക്കെ, എട്ടാമത്തെ പോയിന്റ് പറയുന്നത് റിസോഴ്സ് മൊബിലൈസേഷൻ എന്നാണ്. റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്റെ അതായത് പ്രൈസസ് ആർ ഫിക്സ്ഡ് in such a way that sufficient resources are available for expansion and development. സ്ഥാപനത്തിന്റെ എക്സ്പാൻഷനും ഡെവലപ്മെന്റിനും അനുയോജ്യമായ തരത്തിലുള്ള അതും കൂടി നടത്തുന്നതിന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ഒരു സ്ഥായിയായ ലെവലിൽ ബിസിനസ് നിൽക്കാനല്ല ആഗ്രഹിക്കുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതനുസരിച്ച് അവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്ഥാപനത്തിന് എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ള തുക കിട്ടുന്ന തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം പ്രോഡക്റ്റിന് നിശ്ചയിക്കേണ്ടത്. അതായത് വിഭവ സമാഹരണം എന്നാണ് റിസോഴ്സ് മൊബിലൈസേഷന്റെ മലയാളം പറയുന്നത്. വിപുലീകരണത്തിനും വികസനത്തിനും മതിയായ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിൽ വില പ്രോഡക്റ്റിന് നിശ്ചയിക്കണം. ഏതൊക്കെയാണ്? വിപുലീകരണത്തിനും വികസനത്തിനും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള തുക നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം ഒരു പ്രോഡക്റ്റിന് നിശ്ചയിക്കേണ്ടത്. 8 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് പ്രൈസിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് പ്രൈസിംഗ് അഫക്ട്സ് ദ സെയിൽ ആസ് വെൽ ആസ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ സെയിലിനെയും പ്രോഫിറ്റിനെയും പ്രൈസിംഗ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പറയുന്ന ഇറ്റ് ഈസ് എ ഫാക്ടർ വിച്ച് ഡിറ്റർമൈൻസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ. പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ബയേഴ്സ് ഡിസിഷൻ ഈസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ബയേഴ്സിൻ്റെ ഡിസിഷൻ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ സ്വാധീനിക്കുന്നു. അവരാണ് തീരുമാനിക്കുന്ന പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ബയേഴ്സാണ്. അപ്പോൾ അവർക്ക് ബയേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള തരത്തിലുള്ള അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അക്സെപ്റ്റബിലിറ്റി ഉള്ള പ്രൈസ് വേണം നിശ്ചയിക്കാൻ എന്ന് പറഞ്ഞത്. അടുത്ത പറയുന്നത് പ്രൈസിങ് ക്യാൻ ഓൾസോ റെഗുലേറ്റ് ദ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഒന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. കുറേയൊക്കെ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ ഒരു പ്രൈസിന് സാധിക്കും. പറഞ്ഞു, വിലയിടൽ എന്നത് വിപണനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കമ്പനിയുടെ ലാഭത്തെയും പ്രോഫിറ്റിനെയും, രണ്ടാമത്തെ പറഞ്ഞതാണ് പ്രോഫിറ്റിനെയും സെയിലിനെയും ബാധിക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിലെ അക്സെപ്റ്റൻസ് അതുപോലെ തന്നെ അതിൻ്റെ ഭാവിയും നിർണ്ണയിക്കുന്ന ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ബയറിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ തീരുമാനം ഉൽപ്പന്നത്തിൻ്റെ വിലയിടലിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ മത്സരത്തെ നിയന്ത്രിക്കാനും വിലയിടലിന് സാധിക്കുന്നു. അടുത്ത നമ്മൾ പറയുന്നത് pricing is an important task not only to the manufacturing concern but also to service organization which provide various types of services such as advertising, banking, transport, insurance, etc. ഇവിടെ എന്താ പറയുന്നത്? വിലയിടൽ എന്നത് ഉൽപാദനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, പരസ്യം, അഡ്വർടൈസ്മെന്റ്, ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ് തുടങ്ങിയ വിവിധ തരം സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന മേഖലകളുണ്ട്. ഇവർക്കൊക്കെ പ്രൈസിങ് എന്നുള്ളത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. വേറൊന്ന് അടുത്തത് പറയുന്നത് വിലയിടൽ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന, അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേണിന് മാത്രമല്ല, നമുക്ക് വ്യക്തികൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്.
അടുത്തത് ഉൽപാദനത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ, അതായത് നമുക്ക് ലാൻഡ്, ലേബർ, മറ്റ് ക്യാപിറ്റൽ ഒക്കെ വേണമല്ലോ. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ലാൻഡിന് നമുക്ക് പാട്ടം കൊടുക്കണം, നമ്മൾ എന്തെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ ലേബറിന് നമ്മൾ വേതനം കൊടുക്കണം, മുതലായ ഉൽപ്പന്നങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇവയെല്ലാം എന്ത് സ്വാധീനിക്കുന്നുണ്ട്? വിലയും സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത പറയുന്നത് ഒരു എക്കോണമിയുടെ നിയന്ത്രകനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ്? ഈ പ്രൈസിൽ നിന്നാണ് നമ്മൾ മറ്റ് വീതം വയ്ക്കലുകളെല്ലാം, അലോക്കേഷൻ എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നൊരു അസൈൻമെൻ്റ് ഉണ്ട് നിങ്ങൾക്ക്. അസൈൻമെൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് ആണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിക്കുകയും നിങ്ങളുടെ കൺസേൺഡ് ടീച്ചറുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ ടീച്ചറുമായിട്ട് നിങ്ങളൊരു ഡിസ്കഷനിൽ അവിടെ മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കി അസൈൻമെൻറ്റ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. നമുക്ക് ഈ ചാപ്റ്റർ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും പോളിസീസ് ഓഫ് പ്രൈസിങ്ങും ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.